അപ്പോൾ അല്ലേ ഗൈസ് ഇന്നാൾ വന്നിട്ടുള്ളത് ഒരു ഇത് എയറോപ്ലെയിൻ ഉണ്ടാക്കാനാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കയ്യിൽ ഒരു പേപ്പർ മാത്രം മതി. ഗ്ലൂ വേണ്ട, കത്രിക വേണ്ട, സ്കെയിൽ വേണ്ട, ഒന്നും വേണ്ട. സാധാ പേപ്പർ മതി. ചതുരം കാണുന്നില്ല. ഇങ്ങനത്തെ പേപ്പർ കണ്ടില്ല. A4 ആയാലും A3 ആയാലും ചാർട്ട് പേപ്പർ ആണെങ്കിലും എന്തായാലും പ്രശ്നമില്ല. സാധാ പേപ്പർ ആണെങ്കിലും പ്രശ്നമില്ല. ഇങ്ങനൊരു പേപ്പർ ഇട്ടു കിട്ടൂല. അതിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് മടക്കുക. കാണിച്ചാൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കാണിച്ചാൽ മടക്കിയിട്ട് കാണിച്ചാൽ അങ്ങനെ മടക്കുക. ഇപ്പം കറച്ചാവണം കേട്ടോ. കറച്ചായില്ലെങ്കിൽ വിമാനം തകടുപൊടി. വിമാനം കേടന്നു. സോറി, ക്യാമറ ഒന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണും. ഒരു ഭാഗത്ത് ചാരി വെച്ചിട്ടാ ഇങ്ങനെ ഉണ്ട പേപ്പർ. ഇങ്ങനെ ഉണ്ടാവും ഒരു പേപ്പർ A4. ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. ഇവിടെ കറച്ചാണ് കേട്ടോ. കറച്ച് രണ്ട് ഭാഗം കറച്ച് എന്നിട്ട് നല്ല ഇവിടെ ഇങ്ങനെ വരട്ടി കൊടുക്കുക. ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കുക. ഇങ്ങനെ മടക്കി ഞങ്ങൾ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ മടക്കി പിന്നെ അത് തുറക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരുടെ പേജിൽ ഒരു നടുവിൽ ഇങ്ങനെ ഒരു വര വരും. വര കണ്ടോ? വര. പിന്നെ ഞാനൊന്ന് മടക്കുക. എന്നിട്ട് കാണിച്ചു തരാം. ക്യാമറയിൽ കാണുമെന്നറിയില്ല. ഇപ്പോൾ ഒരു ഭാഗം മടക്കിയില്ലേ. ഇങ്ങനെ പേപ്പറിന് ആ വരമ്പക്ക് കറച്ചൊരു വര ഉണ്ടല്ലോ, അതിമക്ക് ഇങ്ങനെ ഒരു പേജ് മടക്കുക. അതുപോലെ ഇപ്പുറത്തെ ഭാഗം ചെയ്യാം കേട്ടോ. മേലത്തെ രണ്ട് ഭാഗം ചെയ്യാം. അടിയത്തെ വേണ്ട കേട്ടോ. അടിയത്തെ മേലത്തെ രണ്ട് ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ രണ്ട് ഭാഗം സോറി മാറിപ്പോയി. അതേപോലെയാണ് ഏകദേശമൊക്കെ. ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് പേപ്പർ ഇട്ട ലാസ്റ്റ് ഇങ്ങനെ കിട്ടും പേപ്പർ. അതൊന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. മടക്കില്ല. അതുപോലെ ഇപ്പുറത്തെ ഭാഗം ചെയ്ത് കൊടുക്കാം കേട്ടോ. അരച്ച വരുമ്പോൾ തന്നെ കേട്ടോ. അല്ലെങ്കിൽ വിമാനം മുനമ്പ് കാണാം വിമാനത്തിൽ. ഞാനാണ് ഈ എയർ തുളച്ച് കയറി പോവേക്കുള്ളൂ. ഫാസ്റ്റിൽ പോവേക്കുള്ളൂ. ഫാസ്റ്റിൽ പോവാത്തവർക്ക് വേണമെങ്കിൽ ആക്കാം. ഞാൻ പറഞ്ഞത് വിമാനം നല്ലപോലെ പോകണം. അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോവാൻ നല്ലപോലെ പോകണമെങ്കിൽ ഞാപ്പം ഉണ്ടാക്കി പോയിരുന്നു. ഇങ്ങനെ കിട്ടണം. രണ്ട് ഭാഗം ചെയ്താൽ എന്നിട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ മടക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിമാനം അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. വിമാനത്തിൻ്റെ ഒരു രൂപം വന്നില്ലേ. എന്നിട്ട് ഞാൻ കാണിച്ചാൽ കേട്ടോ. ഒരു മിനിറ്റ്. മറന്ന ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. കാരണം ഒരു ഫുള്ള് വീഡിയോ കാണാം. എന്നാലൊക്കെ ഒരു വ്യൂസ് കിട്ടുള്ളൂ. കണ്ടോ? ഇങ്ങനെയല്ല ഞങ്ങളുടെ പേപ്പർ ഉണ്ടാവുക. ഒരു ഭാഗം ഇങ്ങനെ മടക്കുക. കണ്ടോ? അതുപോലെ അപ്പുറത്തെ ഭാഗം മടക്കുക. അപ്പം വിമാനം റെഡിയാണ്. പിന്നെ ബാക്കിൽ ഇങ്ങനെ മോഡിഫൈഡൊക്കെ ചെയ്തത് അങ്ങനെ കത്രിക കൊണ്ടൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ വിമാനം എന്നാൽ പിന്നെ പറക്കൂല. ഞാനെൻ്റെ ചെറുപ്പത്തിൽ കുറേ അങ്ങനെ ചെയ്തതാണ്. എൻ്റെ കാക്ക വിമാനം ഉണ്ടാക്കി കയറി ഞാനത് വെട്ടി കൂട്ടും. നല്ല രസമുണ്ടാവും, പക്ഷെ പറക്കൂല. ഇങ്ങനെ കിട്ടും. പിന്നെ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ഇന്നെന്താ വേണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഒരു കുറച്ച് ദിവസമല്ല, ഇന്നും നാളെ അയച്ചൊരു വീഡിയോ തോണിൻ്റെതും ടിക്ടോക്കിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. കാണാത്തവർ കാണുക. അയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേ. ടാറ്റാ.